നിങ്ങൾ ഒരു വാൽനക്ഷത്രത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം വളരെ വിരളമായിട്ട് കിട്ടുന്നൊരു ചാൻസാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും കാണുവാനായിട്ട് വളരെ നല്ലൊരു ചാൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അടുത്ത ആഴ്ച C/2023 A3 എന്നാണ് ഇതിൻ്റെ പേര്. ഏകദേശം 80,000 വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇപ്പോൾ അത് സൂര്യനടുത്തേക്ക് എത്തുന്നത്. ഇനി അത് തിരിച്ചു പോയിട്ട് അടുത്ത തവണ വരുന്നത് ഏകദേശം 80,000 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പോഴതുള്ളത് സൂര്യന് തൊട്ടടുത്താണ്. സൂര്യന് തൊട്ടടുത്ത് വന്ന് യൂട്ടേൺ അടിച്ച് തിരിച്ചു പോവുകയാണ്. ഈ തിരിച്ചു പോകുന്ന വഴിക്കാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് ഇത് കാണുവാൻ സാധിക്കുക. എന്നാൽ അടുത്ത ആഴ്ച മുതൽ ഇതിനെ കാണുമ്പോൾ വൈകിട്ടായിരിക്കും, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പടിഞ്ഞാറ് ദിശയിൽ. ഇതിനെ കാണുവാനായിട്ട് ഒക്ടോബർ 12 സൂര്യൻ അസ്തമിച്ച ദിശയിലേക്ക് നിങ്ങൾ നോക്കുക. കൃത്യമായിട്ട് എവിടെയാണെന്ന് കാണുക. അതിനുശേഷം ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ പ്രകാശമെല്ലാം കുറയുന്ന സമയത്ത് ചക്രവാളത്തിൽ ഇതിനെ കാണും. ഒക്ടോബർ 12 ചക്രവാളത്തിന് വളരെ താഴെയായിട്ടായിരിക്കും ഇത് കാണുക. അതിനാൽ തന്നെ കേരളത്തിൽ നിന്ന് കൃത്യമായിട്ട് കാണണമെന്നില്ല. പക്ഷേ 13 തീർച്ചയായിട്ടും അതിനെ കാണാം. 13 വാൽനക്ഷത്രം കുറച്ചുകൂടി ഉയരത്തിലേക്ക് പോകും. 14 വീണ്ടും ഉയരത്തിലേക്ക് പോകും. 15 വീണ്ടും ഉയരത്തിലേക്ക് പോകും. പക്ഷേ അതിൻ്റെ ബ്രൈറ്റ്നസ് എല്ലാം കുറഞ്ഞു വരും. അപ്പോൾ കേരളത്തിൽ നിന്ന് കാണുവാനായിട്ട് ഏറ്റവും സാധ്യത കൂടുതൽ ഒക്ടോബർ 13 അല്ലെങ്കിൽ 14 ഒക്കെ ആയിരിക്കും. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചക്രവാളത്തിലായിട്ട് ഇതിനെ മുകളിലേക്ക് കാണാം. ഇതിനെ കാണുവാനായിട്ട് ടെലസ്കോപ്പ് ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ബൈനോക്കുലർ എടുത്താലും കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. ഇത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെ ഏത് രാജ്യത്ത് നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും ഈ വാൽനക്ഷത്രത്തെ കാണാം. എന്നാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലെ ഭൂമിയുടെ തെക്കു ഭാഗത്തുള്ള രാജ്യങ്ങളിൽ ഇത് കാണുവാനായിട്ട് സാധ്യത കുറച്ച് കുറവാണ്. എന്നാൽ അവർക്കും ശ്രമിച്ചു നോക്കാവുന്നതാണ്. പ്രകാശ മലിനീകരണമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോവുക. കേരളത്തിലാണെങ്കിൽ കടൽ തീരത്തായിരിക്കും ഏറ്റവും നന്നായിട്ട് കാണുവാൻ സാധിക്കുക. കൊച്ചി സിറ്റിയിൽ ലൈറ്റുള്ള ഭാഗത്തൊന്നും പോകരുത്. ലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് പോയിട്ട് കൃത്യമായിട്ട് പടിഞ്ഞാറ് നോക്കുക.